ഹലോ എവരി വൺ വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ്. ഡെറിവേറ്റീവിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ, ഈ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമ്മൾ പറയുന്നു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ദെൻ ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്, ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ പ്രീവിയസ് ഈ ചാപ്റ്ററിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് വെൻ ആർ ഈക്വൽ ടു 5. ഓക്കെ, ദെൻ വി ഹാവ് ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. റേറ്റ് ഓഫ് ചേഞ്ച് വെറുതെ റേറ്റ് ഓഫ് ചേഞ്ച് വെച്ചിട്ടുള്ളൂ. സോ വി ഹാവ് ഡി എ ബൈ ഡി ആർ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ഈക്വൽ ടു, വിത്ത് റെസ്പെക്ട് ടു ആർ റൈറ്റ് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പൈ ഇൻറ്റു ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. സോ ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു ആർ ആയിരിക്കും. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ആർ റേഡിയസ് ഈക്വൽ ടു 2 പൈ ആർ എന്ന് കാണാം. ദെൻ ആർ 5 ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡി എ ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു ആറിന് 5 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ 5 ഇൻറ്റു 2 ഈക്വൽ ടു 10 പൈ. 10 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും, സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെൻറ്റിമീറ്റർ ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. ഓക്കെ, കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Radius of a circle is increasing uniformly at the rate of 5 centimeter per second. ഇതിൻ്റെ യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. സോ ഇവിടെ നോക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. റേഡിയസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഡി ആർ ബൈ ഡി ടി. ഇൻക്രീസിങ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ അത് ഡി ആർ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ടി ആണ് 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. സോ എവിടെ നിന്നാണ് നമുക്ക് ഡി ആർ ബൈ ഡി ടി എന്ന് കിട്ടിയത്? വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്. ഇതിൻ്റെ യൂണിറ്റ് നോക്കുക, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് റേറ്റ് ഓഫ് ചേഞ്ച്. സോ 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച്. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, കാരണം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. സോ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് മനസ്സിലാക്കുക. ദെൻ ഫൈൻഡ് ദ റേറ്റ് ഓഫ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിങ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ നമുക്കറിയാം, ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. ദെൻ വി ഹാവ് ഡി എ ബൈ ഡി ആർ ആണോ ഡി എ ബൈ ഡി ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. സോ ഓൾറെഡി നമ്മൾ ഡി ആർ ബൈ ഡി ടി കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ടി തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ പൈ ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, പൈ ഇൻറ്റു ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2r. സോ 2 പൈ ആർ ആയിരിക്കും ഡെറിവേറ്റീവ്. സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. സോ ഔട്ടർ ഫംഗ്ഷൻ ആയിട്ടുള്ള ആറിൻ്റെ ഇംപ്ലിസിറ്റ് ഫോമിലാണ് ഇവിടെ. സോ ഔട്ടർ ഫംഗ്ഷൻ ആയിട്ടുള്ള ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2r ഇൻറ്റു പൈ ഇൻറ്റു ആറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി. സോ ഫൈനലി ഡി എ ബൈ ഡി ടി ഈസ് ഇക്വൽ ടു 2 പൈ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ദെൻ നമുക്ക് അറിയാം ഡി ആർ ബൈ ഡി ടിയുടെ വാല്യൂ. ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ റേഡിയസ് ആർ ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി 2 പൈ ഇൻറ്റു റേഡിയസ് ആർ ഈക്വൽ ടു 8 ആകുമ്പോൾ 8 ഇൻറ്റു ദെൻ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു 5. സോ 8 ഇൻറ്റു 5 40 ഇൻറ്റു 2 80 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത്, സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. Okay, now consider next question. Consider two concentric circles, C1 and C2, with radii R1 and R2 respectively. Given R1 എന്ന് പറയുന്ന റേഡിയസ് increase at the rate of 0.5 centimeter per second and R2 decreases at the rate of 0.7 centimeter per second. Find the rate of change of area between C1 and C2. So നമുക്ക് രണ്ട് സർക്കിൾസ് ഉണ്ട്. രണ്ട് സർക്കിള്. ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R1 ആണ്. ദെൻ രണ്ടാമത്തെ സർക്കിള് വലിയ സർക്കിളാണ്. ഓക്കെ, അതിൻ്റെ റേഡിയസ് R2 ആണ്. ഓക്കെ, ദെൻ ഏരിയ ബിറ്റ്വീൻ ദീസ് 2 സർക്കിൾസ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഫസ്റ്റ് സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വലിയ സർക്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? സോ വലിയ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആയിരിക്കും. പൈ R2 സ്ക്വയർ ആണ്. പൈ R2 സ്ക്വയർ ആണ് വലിയ സർക്കിളിൻ്റെ ഏരിയ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ബിറ്റ്വീൻ ദീസ് സർക്കിൾസ് ആണ്. ഓക്കെ, ഏരിയ ബിറ്റ്വീൻ ദീസ് സർക്കിൾസ്, ഏരിയ ബിറ്റ്വീൻ ദ സർക്കിളിനെ ഞാൻ എ എന്ന് ഡിനോട്ട് ചെയ്യണം. ഏരിയ ബിറ്റ്വീൻ ദീസ് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ വലിയ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ R2ൻ്റെ സ്ക്വയർ. ദെൻ ചെറിയ സർക്കിളിൻ്റെ ഏരിയ അതിൻ്റെ അകത്ത് കുറച്ചാൽ മതി. സോ ദാറ്റ് വിൽ ബി മൈനസ് പൈ
r1 സ്ക്വയർ. സോ ഏരിയ ബിറ്റ്വീൻ ദീസ് ടു സർക്കിൾസ് എന്ന് പറയുന്നത് പൈ ആർ ടു സ്ക്വയർ മൈനസ് പൈ r1 സ്ക്വയർ ആണ്. ഇത് നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ അനലൈസ് ചെയ്യാം. Given r1 increases at the rate of 0.5 centimeter per second. r1 increases. So dr1 by dt with respect to time ആണ്. കാരണം 0.5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തന്നിരിക്കുന്നത്. dr1 ഡിവൈഡ് ബൈ dt, dr1 ബൈ dt. സോ ദാറ്റ് വിൽ ബി ഇൻക്രീസസ് ആയതുകൊണ്ട് ദിസ് ഈസ് 0.5 തന്നെ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ദെൻ dr2 ബൈ dt ദാറ്റ്സ് ഈക്വൾ ടു 0.7 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഡിക്രീസസ് എന്നാണ് പറഞ്ഞത്. ഡിക്രീസസ് ആണെങ്കിൽ സോ dr2 ബൈ dt ഈസ് ഈക്വൾ ടു മൈനസ് 0.7 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ബിറ്റ്വീൻ സർക്കിൾ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ബിറ്റ്വീൻ സർക്കിൾ എന്ന് പറയുമ്പോൾ ഡി എ ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു പൈ രണ്ടിൽ കോമൺ ആണ്, പുറത്തോട്ട് വെക്കുക. ദെൻ ആർ ടു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, ആർ ടു സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ്. ആർ ടുവിൻ്റെ ഡെറിവേറ്റീവ്, ആർ ടു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു ആർ ടു ഇൻറ്റു ഇന്ന ഫംഗ്ഷനായ ആർ ടുവിനെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി ആർ ടു ഡിവൈഡ് ബൈ ഡി ടി മൈനസ് ദെൻ ആർ വൺ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എ ദാറ്റ് വിൽ ബി 2 ഇൻറ്റു r1. Then r1ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എ dr1 ഡിവൈഡ് ബൈ dt. ഇതായിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ബിറ്റ്വീൻ ദീസ് ടു സർക്കിൾസ്. സോ ദാറ്റ് വിൽ ബി പൈ ഇൻറ്റു 2 രണ്ടിലും കോമൺ ആയിട്ട് 2 കൂടെ ഞാൻ പുറത്തോട്ട് വെക്കുകയാണ്. സോ 2 പൈ ഇൻറ്റു ആർ ടുവിൻ്റെ വാല്യൂ. ആർ ടുവിൻ്റെ വാല്യൂ എന്താണ്? ആർ ടു ഈസ് ഇക്വൽ ടു ആർ ടു ഫസ്റ്റ് ആർ ടു ഈക്വൽ ടു 5 ഇൻറ്റു dr2 ബൈ dr2 ഡിവൈഡ് ബൈ ഡി ടി. dr2 എന്ന് പറയുന്നത് dr2 ഈസ് ഈക്വൽ ടു 0.7. ദാറ്റ് ഈസ് മൈനസ് 0.7 ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം അത് ഡിക്രീസിങ് ആണ്. മൈനസ് 0.7. ദെൻ മൈനസ്, ഓക്കെ, മൈനസ് എഴുതി. ദെൻ r1 ഇൻറ്റു dr1 ബൈ r2 dr1 ബൈ ഡി ടി. സോ r1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു dr1 by dt, dr1 by dt, dr1 by dt is equal to 0.5. And finally this is equal to 2 pi into 5 into 0.7 എന്ന് പറയുന്നത് 7535 minus 3.5. Then next one 3 into 0.5 minus 1.5. That will be minus 5. Minus 5 into 2 will be minus 10 pi centimeter square per second. Okay, minus 10 centimeter minus 10 pi centimeter square per second. So minus 10. സോ ഏരിയ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഡിക്രീസിങ് ആയിരിക്കും. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത് ഡിക്രീസിങ് ആയിരിക്കും. സോ ഇമാജിൻ ചെയ്യുക, ഈ r1ൻ്റെ റേഡിയസ് കൂടിക്കൂടി വരുന്നത്. r1 എന്ന് റേഡിയസ് കൂടി വരുമ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ കൂടിക്കൂടി വരും. r2ൻ്റെ റേഡിയസ് കുറഞ്ഞു വരും. ഓക്കെ, r2 എന്ന് പറയുന്ന റേഡിയസ് കുറഞ്ഞു വരും. സോ ഏരിയ ബിറ്റ്വീൻ ദം കുറഞ്ഞു വരുവാണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിക്രീസിങ് ഇൻ ഏരിയ ഈസ് ഈക്വൽ ടു മൈനസ് 10 pi centimeter square per second. Now consider next question. The volume of a cube is increasing at the rate of 24 centimeter cube per second. So rate of change of volume. Okay, dv by dt ആണെന്ന് നടക്കുക. വോളിയം ഈക്വൽ ടു വി ആണെങ്കിൽ സൈഡ് എക്സ് ആയിട്ടുള്ള ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആയിരിക്കും. റൈറ്റ്. ദെൻ നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഡി വി ബൈ ഡി ടി എന്നാണ് എഴുതേണ്ടത്, കാരണം അത് സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. സോ നമുക്ക് ഇതിനകത്ത് അനലൈസ് ചെയ്യാം. ഡി വി ബൈ ഡി ടി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായിരിക്കും കിട്ടാം? എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ഇൻറ്റു എക്സിന് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി എക്സ് ബൈ ഡി ടി. റൈറ്റ്. നൗ ഇതിനകത്ത് നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എന്താണെന്ന് എടുത്തെഴുതാൻ പോകണം. dx by dt is equal to 24 divided by 3x². Okay, 24 divided by 3x² എന്ന് പറയുമ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ 8 divided by x². റൈറ്റ്. സോ 8 divided by x² ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സൈഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദെൻ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ആണ്. സോ ഏരിയ ഓഫ് ക്യൂബ്, ഏരിയ എന്ന് പറയുന്നത് 6a², സൈഡ് എക്സ് ആണെങ്കിൽ 6x² ആയിരിക്കും. ദെൻ വി ഹാവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു ഡി എ ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു 6 ഇൻറ്റു 2x, x² 2x ഇൻറ്റു dx ബൈ dt.
which is equal to 12x into dx by dt യുടെ വാല്യൂ 8 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ആണ് റൈറ്റ്. നൗ ഒരു എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്യാം. 12 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 96 ഡിവൈഡ് ബൈ എക്സ് ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ടി. എഡ്ജ് എക്സിൻ്റെ വാല്യൂ 6 ആകുമ്പോൾ എന്തായിരിക്കും നോക്കാം. ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 96 ഡിവൈഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. Then an edge of a cube is increasing at the rate of 4 centimeter per second. Edge of a cube, that is edge x ആണെങ്കിൽ dx by dt ആണ് 4 centimeter per second എന്ന് പറയുന്നത്. ഇൻക്രീസിങ് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇറ്റ്സ് വോളിയൂം ഓഫ് ദ ഇൻക്രീസിങ് വെൻ ദ എഡ്ജ് ഈസ് 20. സോ വോളിയൂം ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. ദെൻ its volume with respect to t differential rate of change of volume will be dv by dt is equal to 3x square into x with respect to t differential dx by dt which is equal to 3x square into x ന്റെ വാല്യൂ എന്ന് പറയുന്നത് at 20 ആകുമ്പോൾ 3 into 20 square into dx by dt is equal to 4. So 3 into 4 12 into 20 square. 20 square will be 400. That will be 4 into 4 into 12 48 20. So 4800 centimeter cube per second volume increase here. Okay. Now consider next question. The length x of a rectangle is increasing at the rate of 4 centimeter per second. That തന്നിരിക്കുന്നത് സൈഡ് എക്സ് ആണെങ്കിൽ dx by dt എന്ന് പറയുന്നത് which is equal to 4 centimeter per second ആണ്. Then width y is decreasing at the rate of 5 centimeter per second. പ്രത്യേകം ശ്രദ്ധിക്കുക. സൈഡ് വൈ വിത്ത് വൈ ആണെങ്കിൽ ഡി വൈ ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വിത്ത് ഈസ് ഈക്വൽ ടു ഡിക്രീസിങ് എന്ന് പറഞ്ഞുകൊണ്ട് 5 എന്തായിട്ട് എഴുതണം -5 എഴുതണം -5 centimeter per second. Find the rate at which the rates of change of its area when x equal to 10 and y equal to 5 centimeter. So area of rectangle is equal to area of rectangle എന്ന് പറയുന്നത് സൈഡ് ലെങ്തിൻ്റെ വൃത്തം that is x into y with respect to t differentiate ചെയ്യാൻ dA by dt is equal to x ഉം y രണ്ട് വേരിയബിൾസ് ആണ്. Product rule. So first we have x ന്റെ ഡെറിവേറ്റീവ് with respect to t dx by dt into second function y അതേപോലെ എഴുതി പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി ടി. ദെൻ നമുക്കറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു വൈ വാല്യൂ 5 ഇൻറ്റു 4 പ്ലസ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് 10 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു -5. സോ ഫൈനലി വി ഹാവ് 20 minus 50 which is equal to -30 centimeter square per second. So rectangle area decreasing at the rate of -30 centimeter square per second. Consider the next question. Find the rate of change of area of a circle with respect to its radius r equal to 5. So rate of change of area of a circle with respect to its radius r. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയും ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. ദെൻ ഡി എ ബൈ ഡി ആർ വിത്ത് റെസ്പെക്ട് ടു ആർ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വേറെ ഒന്നും പറയുന്നില്ല. ഡി എ ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു 2 പൈ ആർ. ഓക്കെ, പൈ ഇൻറ്റു 2 പൈ ആർ. ഓക്കെ, ദെൻ വെൻ ആർ ഈക്വൽ ടു 5 ആകുമ്പോൾ ആറിന് വാല്യൂ 5 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇൻറ്റു 5 10 പൈ സെൻറ്റിമീറ്റർ പെർ സെൻറ്റിമീറ്റർ rate of the change of volume of a sphere with respect to its radius when radius is 1 unit. So radius 1 unit ആകുമ്പോൾ വോളിയത്തിൻ്റെ ചേഞ്ച് വോളിയം ഓഫ് എ സ്ഫിയർ ആണ്. വോളിയം ഓഫ് സ്ഫിയർ ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ആണ്. ദെൻ ഡി വി ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3r². 3 3 ക്യാൻസൽ ആയി 4 പൈ ആർ സ്ക്വയർ. ഓക്കെ, when r equal to 1 ആകുമ്പോഴുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് dv by dr is equal to 4 into pi into r cube 1 square is equal to 1. So 4 pi centimeter cube per centimeter റേറ്റിലായിരിക്കും വോളിയം ഇൻക്രീസ് ചെയ്യുക. Then the rate of change of area of a circle with respect to radius r when r equal to 5 നമ്മൾ ഓൾറെഡി ചെയ്ത ചോദ്യമാണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഏരിയ ഈസ് ഈക്വൽ ടു 10 pi centimeter square per second നമ്മൾ ഓൾറെഡി ചെയ്ത ചോദ്യമാണ്. ഓക്കെ.
Then next question, the radius of a cylinder increases at the rate of 1 centimeter per second. The height decreases at the rate of 1 centimeter per second. Find the rate of change of its volume with respect to radius volume when the radius is 5 centimeter and height is 15 centimeter. Okay, here വോളിയം ഓഫ് സിലിണ്ടർ എന്താണെന്ന് നമുക്കറിയാം. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. റൈറ്റ്. ദെൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ അനലൈസ് ചെയ്യും. സിലിണ്ടറിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് 1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് മീൻസ് ഡി റേഡിയസ്, സിലിണ്ടറിൻ്റെ ഷേപ്പ് നമുക്കറിയാം. സിലിണ്ടറിൽ 2 ബേസ് ഉണ്ട്, ഇവിടെ ഒരു റേഡിയസ്, ഇത് റേഡിയസ് 6, ഇത് ഹൈറ്റ് എച്ച്. ദെൻ ഡി ആർ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, കാരണം 1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡി ആർ ബൈ ഡി ടി ഈസ് ഇക്വൽ ടു 1, ദെൻ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അടുത്ത് വന്നിരിക്കുന്നത് ഹൈറ്റ് ഡിക്രീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡി എച്ച് ബൈ ഡി ടി ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് -1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. -1 എന്നാണ് അവിടെ നോട്ട് ചെയ്യുന്നത്. -1 ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിക്രീസ് ആയതുകൊണ്ട്. ദെൻ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വെൻ റേഡിയസ് ഈസ് 5. റേഡിയസ് 5 ഹൈറ്റ് 10 ആകുമ്പോൾ 15 ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണ് എഴുതുന്നത്. സോ വി ഹാവ് ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1/3 പൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് പുറത്തോട്ട് വെച്ച് r² × h ഡെറിവേറ്റീവ്, r² × h പ്രോഡക്റ്റ് റൂൾ, r² × h വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ r² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ r² ഫസ്റ്റ് ഫംഗ്ഷൻ, r² ഡെറിവേറ്റീവ് 2r ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് ഒരു ഡി ആർ ബൈ ഡി ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ടുള്ള എച്ച് എഴുതുക. സോ r² ഡെറിവേറ്റീവ് ആണ് 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ഇൻറ്റു എച്ച് പ്ലസ് പ്രോഡക്റ്റ് റൂളാണ് വന്നിരിക്കുന്നത്. സോ r² അതേപടി എഴുതുക, r² ഇൻറ്റു എച്ചിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ഡി എച്ച് ബൈ ഡി ടി. നമുക്കറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/3 പൈ ഇൻറ്റു 2r, ആറിൻ്റെ വാല്യൂ 5 ആകുമ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു ഡി ആർ ബൈ ഡി ടി, ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു ഹൈറ്റ് എച്ച്, 15 എന്ന് കൊടുക്കുക, പ്ലസ് r² ഇൻറ്റു r², ആറിൻ്റെ വാല്യൂ 5, 5² 25 ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡി എച്ച് ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു -1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ഫൈനലി 5 ഇൻറ്റു 10, 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 15 1/50. So 1/3 pi into 150, this will be -25. So finally we have 125 divided by 3 pi centimeter cube per second എന്ന റേറ്റിലായിരിക്കും ഇതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, വോളിയം ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുക. Now consider this question. A spherical bubble is decreasing volume at the rate of 2 centimeter cube per second. Find the rate at which the surface area is diminishing and the radius is 3 centimeter. So surface area of bubble is decreasing. Surface area of bubble shape എന്താണ്? Sphere ആണ്. So volume is equal to 4/3 pi r cube ആണ്. Then we have dv by dt ആണ്, കാരണം സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നു. dv by dt is equal to 2 centimeter per cube per second. ഡിക്രീസിംഗ് എന്ന് പറഞ്ഞിരിക്കുക. സോ ദാറ്റ് വിൽ ബി -2 ആയിരിക്കും. ദെൻ സോ ഇതിന് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും dv by dt is equal to 4/3 പൈ ഇൻറ്റു ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് റെസ്പെക്ട് ടു ടി, ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3r² ഇൻറ്റു ആറിൻ്റെ ഡെറിവേറ്റീവ് ഡി ആർ ബൈ ഡി ടി. സോ 3യും 3യും ക്യാൻസൽ ചെയ്യാം. സോ ഈ വാല്യൂ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് dv by dt is equal to -2 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇംപ്ലൈസ് ഇതിനകത്ത് നമുക്ക് ഡി ആർ ബൈ ഡി ടി എന്താണെന്ന് എടുത്തെഴുതാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ടി ഈസ് ഈക്വൽ ടു, ബാക്കി വേരിയബിൾ എല്ലാം അതർ സൈഡിലേക്ക് പോവുക, -2 ഡിവൈഡഡ് ബൈ 4 പൈ r². ദാറ്റ് വിൽ ബി -1 ഡിവൈഡഡ് ബൈ 2 പൈ r² ആയിരിക്കും ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത്. സോ ഫൈൻഡ് ദ റേറ്റ് ഓഫ് വിച്ച് ദ സർഫസ് ഏരിയ ഇസ് ഡിമിനിഷിങ്. സർഫസ് ഏരിയ ഓഫ് സ്ഫിയറിൻ്റെ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് 4 പൈ r² ആയിരിക്കും. ഓക്കെ, ഇംപ്ലൈസ് ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ 4 പൈ ഇൻറ്റു r² ഡെറിവേറ്റീവ് 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു 8 പൈ r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. സോ ഡി ആർ ബൈ ഡി ടിയുടെ വാല്യൂ നമുക്കറിയാം. സോ
we have dA by dt is equal to 8 pi r into dr by dt is equal to -1 divided by 2 pi r square. ഇവിടുന്ന് പൈ ക്യാൻസൽ ചെയ്യാം, ഒരു ആറും ക്യാൻസൽ ചെയ്യാം, ബാക്കി ഉണ്ടാവുക -4 ഡിവൈഡഡ് ബൈ 2 pi r. 2 pi r ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവുക -4 ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും. സോ ആറിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. സോ ആറിന് 3 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -4 ഡിവൈഡ് ബൈ 3 ആയിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ടി, സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സോ ഡിക്രീസിങ്, മൈനസ് ആയതുകൊണ്ട് തന്നെ ഡിക്രീസിങ് എന്ന് പറയാം. ഡിമിനിഷിങ് എന്നാണ്, ഏരിയ ഡിമിനിഷ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. സെയിം ക്വസ്റ്റ്യൻ ആണോ? ഇല്ല. ഓക്കെ, ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. റേഡിയസ് ഓഫ് സർക്കിൾ ഇൻക്രീസ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് dr by dt ഈസ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിങ്. സോ ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. സോ വി ഹാവ് dA by dt which is equal to 2 pi r into dr by dt is equal to 2 pi into r ന്റെ വാല്യൂ 6 ആകുമ്പോൾ r into 6 into dr by dt is 2. So finally that will be 24 pi centimeter square per second. Rate of change of area ആണ് ചോദിച്ചിരിക്കുന്നത്. Okay, now consider next question. A particle is moving along the curve y equal to 2 by 3 x cube plus 1. Find, okay, ഒരു പാർട്ടിക്കിള് ഒരു കർവ് y എന്ന് പറയുന്ന കർവിലൂടെ മൂവ് ചെയ്യാണ്. ഓക്കെ, ഫൈൻഡ് ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് അറ്റ് വിച്ച് y coordinate is changing twice as fast as x coordinate. So y coordinate is changing, that is dy by dt is two times change of x coordinates. That will be 2 times dx by dt ക്ക് ഈക്വൽ ആകുന്നത് എവിടെയാണെന്ന ചോദ്യം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് വി ഹാവ് dy by, ഈ കർവിൻ്റെ അകത്ത് dy by dt എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ വി ഹാവ് dy by dt ഈസ് ഈക്വൽ ടു, വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 2 by 3 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. സോ ഇതിൻ്റെ 3 3 ക്യാൻസൽ ചെയ്യാം, ബാക്കി 2x സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആയിരിക്കും dy by dt. സിമിലർലി ഇവിടെ നമുക്ക് dy by dt എന്താണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടീഷൻ പറയുന്നത് y കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് എക്സ് കോർഡിനേറ്റ്, ദാറ്റ് ഈസ് dy by dt ഈസ് ഈക്വൽ ടു 2 times dx by dt. സോ വി ഹാവ് dy by dt ആണ് രണ്ടിലുള്ള ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം. സോ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. വി ഹാവ് 2x സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി, 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. Now dx by dt ക്യാൻസൽ ചെയ്യാം, ഇംപ്ലൈസ് 2 ക്യാൻസൽ ചെയ്യാം, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ -1. എക്സ് 1 ഉം -1 വരുമ്പോൾ ഓക്കെ അതിൻ്റെ y കോർഡിനേറ്റ് ആണ് നോക്കാനുള്ളത്. സോ ചോദ്യം ഇതാണ്, ഫൈൻ പോയിന്റ് ഓൺ ദ കർവ് അറ്റ് വിച്ച് y കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് എക്സ് കോർഡിനേറ്റ്. സോ വി ഹാവ് y സിമിലർ ആയിട്ടുള്ള y കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. സോ എക്സ് 1 ആകുമ്പോൾ ഇംപ്ലൈസ് y കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക, ഇക്വേഷൻ സ്റ്റാറിൽ ഇട്ട് കൊടുക്കുക, എക്സിൻ്റെ വാല്യൂ കൊടുക്കുക. സോ y ഈസ് ഈക്വൽ ടു 2 by 3 ഇൻറ്റു 1 ക്യൂബ് പ്ലസ് 1, 2 by 3 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 plus 2 will be 5 divided by 3. ഓക്കെ, സോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് x1 ആകുമ്പോൾ y കോർഡിനേറ്റ് 5/3. നെക്സ്റ്റ് എക്സ് -1 ആകുമ്പോൾ ഇംപ്ലൈസ് y ഈക്വൽ ടു 2/3 ഇൻറ്റു -1 ക്യൂബ് പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു 2/3 minus 2/3 plus 1 which is 3 minus 2 1/3. സോ ആ പോയിന്റ് എന്ന് പറയുന്നത് -1 1/3 ആയിരിക്കും. സോ ഈ രണ്ട് പോയിന്റിലുമാണ് ഗിവൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ, ദാറ്റ് വിൽ ബി അവർ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ ടാങ്ക് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ with its axis vertical and vertex down. The height and diameter are same. Height and diameter സെയിം എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഒരു റൈറ്റ് സർക്കുലർ കോണിൻ്റെ ഷേപ്പ് ഇതായിരിക്കും, റൈറ്റ് സർക്കുലർ കോണ്. ഓക്കെ, താഴെ ഒരു റേഡിയസ് ഉണ്ട്. ഓക്കെ,
ദെൻ ഇതിനൊരു ഹൈറ്റ് എച്ചും ഉണ്ട്. ദെൻ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ആദ്യം പറഞ്ഞിരിക്കുന്നു ഇറ്റ്സ് ഹൈറ്റ് ആൻഡ് ഡയമീറ്റർ ആർ സെയിം. സോ ഈ ഹൈറ്റും ഡയമീറ്ററും സെയിം ആണ്. സോ ഇത് 2 ടൈംസ് ഈ മൊത്തം ഈ ഹൈറ്റും ഡയമീറ്ററും സെയിം ആണ്. സോ ഈ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് എച്ച് ആണെങ്കിൽ റേഡിയസ് ആയിക്വൽ ടു എച്ചിൻ്റെ ഹാഫ് ആയിരിക്കും. ഡയമീറ്ററും ഹൈറ്റും സെയിം ആണ്. എച്ച് ഇതെടുത്തു കഴിഞ്ഞു. ദെൻ ഈ റേഡിയസിൻ്റെ ഡബിൾ ആയിരിക്കും ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ആർ എന്ന് പറയുന്നത് h/2 ആയിരിക്കും. ഇത് നമുക്കിവിടെ ആദ്യം പ്രൂവ് ചെയ്യാനുള്ളത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫിഗർ ഒബ്ടൈൻ ദ റിലേഷൻ വോളിയം ഈക്വൽ ടു 1/12 ഇൻറ്റു പൈ എച്ച് ക്യൂബ്. സോ വോളിയം എന്താണ് നമുക്കറിയാം. വോളിയം ഈസ് ഈക്വൽ ടു ഈ കോണ്ട് വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഓക്കെ, 1/3 പൈ ആർ സ്ക്വയർ എച്ച്. സോ ഇവിടെ ആറിന് പകരം നമുക്ക് h/2 എന്ന് എടുക്കാം. ദാറ്റ് വിൽ ബി 1/3 ഇൻറ്റു പൈ ഇൻറ്റു എച്ചിന് പകരം ആറിന് പകരം h/2 ഓൾ സ്ക്വയർ ഇൻറ്റു എച്ച്. സിംപ്ലിഫൈ ചെയ്യാം. 1/3 എച്ച് സ്ക്വയർ 1/3 പൈ ഇൻറ്റു എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു എച്ച്. ദാറ്റ് വിൽ ബി ഡിനോമിനേറ്ററിൽ 3 ഇൻറ്റു 4 12. ദാറ്റ് വിൽ ബി π/12 ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു എച്ച് ക്യൂബ് എന്ന് കിട്ടും. സോ വോളിയം ഈക്വൽ ടു π/12 എച്ച് ക്യൂബ് എന്ന് കിട്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കും വാട്ടർ ഇസ് ബോട്ട് ഇൻ ടു ദ. ഓക്കെ, നേരെ തിരിച്ച് വെച്ചിട്ടുള്ള. ഓക്കെ, ഇത് പറഞ്ഞിരിക്കുന്നത് നേരെ നേരെ തിരിച്ചാണ് ഈ കോൺ വെച്ചിരിക്കുന്നത്. നല്ല വെള്ളം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വാട്ടർ ഇസ് ബോട്ട് ഇൻ ടു ദ പോഡ് ഇറ്റ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് 2 m³ per minute. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം. സോ വാട്ടർ പോർ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയത്തിലുണ്ടാകും ചേഞ്ച് dV/dt ഈസ് ഈക്വൽ ടു 2 m³ per minute എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് വാട്ടർ ലെവൽ ഈസ് ഇൻക്രീസിങ്. സോ ഇപ്പം നമ്മൾ ഈ ഫിഗർ എങ്ങനെയാണ് വരച്ചത്? നേരെ തിരിച്ചാണ്. കാരണം വാട്ടർ ഒരു ടാങ്ക്, ഈ ഷേപ്പിലുള്ള ഒരു ടാങ്കാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു dV/dt ഈക്വൽ ടു 2 m³ by minute. ഓക്കെ, ദെൻ എന്താ കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വാട്ടർ ലെവൽ ഈസ് ഇൻക്രീസ്. വാട്ടർ ലെവൽ, ഓക്കെ, ഇങ്ങനെ ഒരു ക്യൂബാണ്. ഓക്കെ, വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് കൂടുന്നത്? ഹൈറ്റ് ആണ് കൂടുന്നത്. സോ നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കാനുള്ളത് dh റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് ആണ്. dh/dt ആണ് കണ്ടുപിടിക്കാനുള്ളത് വിത്ത് റെസ്പെക്ട് ടു ടൈം t. ഓക്കെ, തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് എടുത്തെഴുതാം. നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. v ഈക്വൽ ടു 1/12 പൈ എച്ച് ക്യൂബ് ആണ്. dV/dt എന്ന് പറയുന്നത് 2 ആണ്. ദെൻ dh/dt. അപ്പോൾ അതിൻ്റെ എന്ത് റേറ്റിലാണ് ഡെപ്ത്, അതായത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ dh/dt വെൻ h ഈക്വൽ ടു 6 ആകുമ്പോൾ, h 6 ആകുമ്പോഴുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്ക് ആദ്യം ഇവിടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു റിലേഷൻ കണ്ടുപിടിക്കാം. dV/dt എന്താണെന്ന് നോക്കാം. dV/dt ഈസ് ഈക്വൽ ടു, ഇതിന് വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷ്യേറ്റീവ് ആണ്. 1/12 ഇൻറ്റു പൈ ഇൻറ്റു എച്ച് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. 3h² ഇൻറ്റു dh/dt. ഓക്കെ, ഇംപ്ലൈസ് ഇതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. dV/dt എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായാലും കിട്ടാൻ നോക്കാം. സോ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 4. ദെൻ വി ഹാവ് dh/dt ഈസ് ഈക്വൽ ടു, ടേംസ് റൈറ്റ്സിലേക്ക് പോവാം. 4 ഇൻറ്റു 2 8 ഡിവൈഡ് ബൈ പൈ എച്ച് സ്ക്വയർ എന്ന് കിട്ടും. റൈറ്റ്. ദെൻ dh/dt ഈക്വൽ ടു h 6 ആകുമ്പോൾ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 8 എന്ന് പറയുന്നത് 4 ഇൻറ്റു 2 ആണ് ഡിവൈഡ് ബൈ പൈ ഇൻറ്റു എച്ച് സ്ക്വയർ ആർ സ്ക്വയർ ഈക്വൽ ടു 36 ആണ്. ദെൻ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് കിട്ടും 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. 2 ഡിവൈഡ് ബൈ 9 പൈ cm/s എന്ന രീതിയിലാണ് ഡെപ്ത് കൂടുന്നത്. ദാറ്റ്സ് ഇറ്റ്. നൗ കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A spherical bubble is decreasing in its volume at the rate of 2 cc/s. So, rate of change of volume decrease ചെയ്യാണ്. സോ അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. സോ വോളിയം ഓഫ് ബബിൾ ഈസ് ഈക്വൽ ടു 4/3 പൈ r³ ആണെന്ന് അറിയാം. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കണം ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സർഫസ് ഏരിയ ഇസ് ഡിമിനിഷിങ്.
റേഡിയസ് ഈക്വൽ ടു 3. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഡി വി ബൈ ഡി ടി ആണ് തന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 2, ഡിമിനിഷിങ് ആയതുകൊണ്ട് ഡിക്രീസിങ് ആയതുകൊണ്ട് -2 എന്ന് കൊടുക്കാം. സോ നമുക്ക് ഇതിനകത്ത് വോളിയം ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3r² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് 3 ക്യാൻസൽ ചെയ്യാം. ദിസ് വാല്യൂ എന്ന് പറയുന്നത് -2 എന്ന് പറയുന്നേക്കാം. സോ ഇതിനകത്ത് നമുക്ക് ഡി ആർ ബൈ ഡി ടി എന്ന് തന്നെടുത്തത് ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ബാക്കി ടൈമിൽ അതർ സൈഡിലേക്ക് പോവാം -2 ഡിവൈഡ് ബൈ 4 ഇൻറ്റു r². ദാറ്റ് ഈസ് -1 ഡിവൈഡ് ബൈ 2 ആയിരിക്കും ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് ഈക്വൽ ടു 4πr² ആണ്. ദെൻ ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2r ഡെറിവേറ്റീവ് r² ഡെറിവേറ്റീവ് 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2πr ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടിയുടെ വാല്യൂ -1 ഡിവൈഡ് ബൈ 2πr². ദെൻ 2πr ഇവിടെയും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവുക ഇസ് ഈക്വൽ ടു -4 ഡിവൈഡ് ബൈ r ആയിരിക്കും. സോ റേഡിയസ് 3 ആകുമ്പോൾ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ -4 ഡിവൈഡ് ബൈ 3, r 3 ആകുമ്പോൾ -4/3 റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ്. സോ ദാറ്റ് വിൽ ബി -4/3 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. ഏരിയ ഡിക്രീസ് ചെയ്യുവാണ്. ഓക്കെ, അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. നൗ radius of a circle is increasing at the rate of 3 centimeter per second. So radius of a circle increasing dr by dt. Rate of change of area ആണ്. Rate of change of radius with respect to time 3 ആണ്. Then what is the area of the what is the rate of rate the area is increasing when radius is 10. So area of circle എന്ന് പറയുന്നത് πr² ആണ്. Then dA by dt rate of change of area is equal to 2πr into dr by dt. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 2π ഉണ്ട് റേഡിയസ് 10 ആകുമ്പോൾ 10 ഇൻറ്റു 3 ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ്. സോ ദാറ്റ് വിൽ ബി 60 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. നൗ കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് y equal to 4/3 x³ plus 5. Find points on curve at which y coordinate changes as fast as x coordinate. Y coordinate x coordinate റേറ്റ് ഓഫ് ചേഞ്ച് സെയിം ആണ്. ഓക്കെ, സോ നമുക്കറിയാം y എന്ന് പറയുന്നത് yനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y ഈക്വൽ ടു 4/3 x³ plus 5 ആണ്. ദെൻ ഇവിടെ നമുക്ക് കിട്ടും ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ വിച്ച് കർവ് അറ്റ് വിച്ച് y കോർഡിനേറ്റ് ചേഞ്ചസ് ദാറ്റ് ഈസ് dy ബൈ ഡി ടി. yനെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈസ് ആസ് ഫാസ്റ്റ് ആസ് എക്സ് കോർഡിനേറ്റ്. അതിൻ്റെയും എക്സ് കോർഡിനേറ്റിൻ്റെ ചേഞ്ച് സെയിം ആണ്. ഇറ്റ്സ് ഈക്വൽ ടു dx ബൈ ഡി ടി. dy ബൈ ഡി ടി ഈക്വൽ ടു dx ബൈ ഡി ടി. ഓക്കെ, നൗ dy ബൈ ഡി ടി നമുക്ക് കണ്ടുപിടിക്കാം. dy ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ഇൻറ്റു dx ബൈ ഡി ടി. സോ ഇംപ്ലൈസ് dy ബൈ ഡി ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് dy ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 4x² ഇൻറ്റു dx by dt. Okay, now let this be equation number 1 and equation number 2. ഇത് രണ്ടും കൂടെ നമ്മൾ സോൾവ് ചെയ്യാണ്. രണ്ടും dy by dt ആണ്. So we have 4x² into dy by dx by dt is equal to dx by dt. dx by dt cancel ചെയ്യാം. Implies 4x² equal to 1 implies x² equal to 1/4 implies x equal to plus or minus 1/2 എന്ന് കിട്ടും. x-ന്റെ വാല്യൂ 1/2 or 1 is minus 1/2. അപ്പോൾ y യുടെ വാല്യൂ എന്താ നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. സോ ദാറ്റ് വിൽ ബി x 1/2 ആകുമ്പോൾ ഇംപ്ലൈസ് x 1/2 ആകുമ്പോൾ y is equal to 4/3 ഇൻറ്റു 1/2ൻ്റെ ക്യൂബ് പ്ലസ് 5. ദാറ്റ് വിൽ ബി 4/3 ഇൻറ്റു 1/2ൻ്റെ ക്യൂബ് 1/8 റൈറ്റ് പ്ലസ് 5. ദാറ്റ് വിൽ ബി 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. സോ 1/6 പ്ലസ് 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 ഇൻറ്റു 5 30 പ്ലസ് 1 31 ഡിവൈഡ് ബൈ 6. സോ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 1/2 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 31 ഡിവൈഡ് ബൈ 6. നെക്സ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x ഈക്വൽ ടു -1/2 കൊടുക്കും. -1/2 ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു -1/8ൻ്റെ 1/2ൻ്റെ ക്യൂബ് പ്ലസ് 5. ദാറ്റ് വിൽ ബി 4/3 പ്ലസ് 4/3 ഇൻറ്റു -1/8 -1/2ൻ്റെ ക്യൂബാണ് പ്ലസ് 5. ദാറ്റ് വിൽ ബി
-1/6 + 5 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ 30 - 1 മൈനസ് +29 ÷ 6 ആയിരിക്കും. സോ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് -1/2 29 ÷ 6 ആയിരിക്കും. സോ ഈ രണ്ട് പോയിന്റിലാണ് ഗിവൺ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നൗ കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഡിയസ് ഓഫ് എ സർക്കുലർ പ്ലേറ്റ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 0.2 cm/s. റേഡിയസ് ഓഫ് എ സർക്കുലർ പ്ലേറ്റ്. ഇപ്പോൾ റേഡിയസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് dr/dt ഈസ് ഈക്വൽ ടു 0.2 എന്ന് തന്നിട്ടുണ്ട്. ഇൻക്രീസിംഗ് ആണ്, അതുകൊണ്ട് പ്ലസ് ആയിട്ടിരിക്കുന്നത്. അറ്റ് വാട്ട് റേറ്റ് ദ ഏരിയ ഈസ് ഇൻക്രീസിങ് വെൻ റേഡിയസ് ഈസ്, സോ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് πr² ആണ്. ദെൻ dA/dt ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് dA/dt ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു dr/dt വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റേഡിയസ് 2 ആകുമ്പോൾ എന്ന് പറഞ്ഞത്. സോ ഇൻറ്റു 2 dr/dt വാല്യൂ 0.2 ആണ്. സോ 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8, that is 0.8 pi centimeter square per second. Now consider next question. If radius of a circle is increased from 6 to 6.1 centimeter, find approximate area in its area of increase in its area. So rate of change of area. ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6-ൽ നിന്ന് 6.1 വന്നു. അപ്പോഴുള്ള അപ്രോക്സിമേറ്റ് ഏരിയയിലുള്ള ചേഞ്ച് ആണ്. സോ ഏരിയയുള്ള ചേഞ്ചിന് ഞാൻ DA എന്ന് ഡിനോട്ട് ചെയ്യണം. സോ ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് πr² എന്നറിയാം. ഏരിയ ഈക്വൽ ടു πr² ആണ്. ദെൻ DA റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു dA/dr ഇൻറ്റു dr എന്ന് ഡിനോട്ട് ചെയ്യാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു dA/dr ഇൻറ്റു dr. ഓക്കെ, സോ dr ആണ് സ്മോൾ ചേഞ്ച് ഓഫ് ഏരിയ, ഡി ആണ് ഏരിയയിലുണ്ടായ ചേഞ്ച്. സോ DA ഈസ് ഈക്വൽ ടു dA/dr. dA/dr എന്തായിരിക്കും? എനെ വിത്ത് റെസ്പെക്ട് ടു r ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് വിൽ ബി π ഇൻറ്റു 2r ഇൻറ്റു dr റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. റേറ്റ് ഏരിയയിലുണ്ടായ റേഡിയസിലുണ്ടായ സ്മോൾ ചേഞ്ച് ആണ് dr. 6-ൽ നിന്ന് 6.1 വരുമ്പോൾ സ്മോൾ ചേഞ്ച് 0.1. സോ ദാറ്റ് വിൽ ബി π ഇൻറ്റു 2 ഇൻറ്റു, സോ റേഡിയസ് 6 ആയിരുന്നു, r-ൻ്റെ വാല്യൂ 6 ആയിരുന്നു, ഇൻറ്റു 0.1. ദാറ്റ് വിൽ ബി 6 ഇൻറ്റു 2 12. 12 ഇൻറ്റു 0.1 ഈസ് ഈക്വൽ ടു 1.2 π ആയിരിക്കും. ഓക്കെ, ഞാൻ കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. സോ നമ്മൾ എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ബേസിക്കലായിട്ട് വളരെ എളുപ്പമുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രലിൽ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ഈ ഭാഗത്ത് ഏതൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. സോ വളരെ കെയർഫുള്ളായിട്ട് ഇത് ചെയ്യുക. ഡിക്രീസ് എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് ചേർക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ദെൻ ചിലപ്പോഴൊക്കെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഫോമിലായിരിക്കും കിട്ടുക. അതും കൃത്യമായിട്ട് ഓർത്ത് ചെയ്യുക. താങ്ക് യു.